ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ ബിഗ് ബോസ് സീസൺ 7 തുടങ്ങാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളൊരു വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസിലേക്ക് വരാനായിട്ട് സാധ്യതയുള്ള കണ്ടസ്റ്റൻസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഒരു എക്സ്പെക്ടേഷൻ ലിസ്റ്റ് എന്നുള്ള രൂപത്തിൽ ചില വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് നാളുകൾക്ക് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബിഗ് ബോസ് വരാൻ പോകുന്നു എന്ന് ഓൺലൈൻ മീഡിയാസിൽ ന്യൂസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അടിക്കടി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടില്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ എല്ലാവരും നമ്മളിങ്ങനെ പേഴ്സണലി കോൺടാക്ട് ചെയ്യും. വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലെ അഭിപ്രായങ്ങളുടെയൊക്കെ രൂപത്തിൽ കുറെ പേരിങ്ങനെ നമ്മളോട് ചോദിക്കും ഇപ്പൊ ബിഗ് ബോസ് ബന്ധപ്പെട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വരാത്തത് എന്താണ്, അതുപോലെ തന്നെ ഓഡിഷൻ ഗോളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞിട്ട് ഇതുവരെയും അതിനെപ്പറ്റിയുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. ആരൊക്കെയാണ് ബിഗ് ബോസിൽ ഈ പ്രാവശ്യം പങ്കെടുക്കാൻ വരുന്നത്, ലാലേട്ടൻ തന്നെയാണോ ഈ പ്രാവശ്യം ഈ പറയുന്ന ഷോ ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സമയത്ത് നമ്മൾ ഇതിന് മുന്നിട്ട വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഏപ്രിൽ മാസം ഫസ്റ്റ് വീക്കിലാണ് ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്കുള്ള കണ്ടസ്റ്റൻസിന്റെ ഓഡീഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം ഈ പറയുന്ന സെലിബ്രിറ്റി കണ്ടസ്റ്റൻസിനെ ആയിരിക്കും ഓഡീഷൻ ഗോളൊക്കെ പോകാൻ പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന സിനിമ, സീരിയൽ, യൂട്യൂബിലെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അത്തരത്തിലുള്ള വ്യക്തികൾക്ക് ഈ പ്രാവശ്യം സോഷ്യൽ മീഡിയയിൽ കോപ്രായങ്ങളൊക്കെ കാണിച്ച് കുറെ ബിഗ് ബോസ് ടൈമിൽ ഫേമസ് ആകുന്ന കുറെ വ്യക്തികളെയൊന്നും ഈ പ്രാവശ്യത്തെ സീസണിൽ ഉൾപ്പെടുത്തുന്നില്ല എന്നുള്ളൊരു ന്യൂസ് ആണ് ഇപ്പൊ നമുക്ക് കിട്ടിയത്. കാരണം ഈ പറയുന്ന ഹോട്ട്സ്റ്റാറും ജിയോ സിനിമയും കൂടി ചേർന്നുകൊണ്ട് ജിയോ ഹോട്ട്സ്റ്റാർ ആയിട്ടുണ്ട്. അപ്പോ ഈ പറയുന്ന ഒരു മാറ്റങ്ങൾക്ക് ആദ്യ മാറ്റമാണ് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ കോൺട്രവേഴ്സി ഉണ്ടാക്കുന്ന വ്യക്തികൾ, ബിഗ് ബോസ് ആഗ്രഹിച്ച് സോഷ്യൽ മീഡിയയിൽ മനഃപൂർവ്വം കോൺട്രവേഴ്സികൾ ഉണ്ടാക്കുന്ന വ്യക്തികൾക്ക് ഈ പ്രാവശ്യം സീസണിൽ അവസരം വേണ്ട എന്നുള്ള രീതിയിൽ എന്തൊക്കെയാണെങ്കിലും ആദ്യം സെലിബ്രിറ്റി കണ്ടസ്റ്റൻസിന്റെ ഓഡിഷനും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷമായിരിക്കും ഈ പറയുന്ന കോമണേഴ്സ് പ്രമോയും കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ പ്രാവശ്യം 3 കോമണേഴ്സ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അങ്ങനെ തന്നെയാണ് പറയാനായിട്ട് സാധിച്ചത്. എന്തൊക്കെയാണെങ്കിലും ഈ പറയുന്ന ഓഡിഷൻ ഗോളും കാര്യങ്ങളൊക്കെ തുടങ്ങുന്ന സമയത്ത് നമുക്ക് കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളും കിട്ടും. ഇപ്പോൾ ഏപ്രിൽ 1-ാം തീയതിയായി. ഈ പറയുന്ന ഏപ്രിൽ ഫസ്റ്റ് വീക്ക് തന്നെ ഓഡീഷനും കാര്യങ്ങളൊക്കെ ഓരോ ഓഡീഷൻ ഗോൾ വീതം ഈ പറയുന്ന സെലിബ്രിറ്റി കണ്ടസ്റ്റൻസിനൊക്കെ പോകുന്നതായിരിക്കും. അതുപോലെ തന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ പ്രാവശ്യം ലാലേട്ടൻ ബിഗ് ബോസ് മലയാളം സീസൺ 7 ഹോസ്റ്റ് ചെയ്യാനായിട്ട് ഉണ്ടാകുമെന്ന്. നമുക്ക് യാതൊരു ഉറപ്പുമില്ലാത്തൊരു കേസാണ് ലാലേട്ടൻ്റെത്. കാരണം ലാലേട്ടൻ ഉണ്ടാവാനായിട്ട് ഒരു സാധ്യത പോലും നമ്മളിപ്പോൾ കാണുന്നില്ല. ഇത്രയും നാളുകളായിട്ടും ബിഗ് ബോസിന്റെ ഒരു അണിയറയിലുള്ള പല പരിപാടികളും തുടങ്ങിയിട്ടും ലാലേട്ടൻ എഗ്രിമെന്റ് ഇതുവരെ സൈൻ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് കൺഫേം ആയിട്ട് അറിയാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് ലാലേട്ടൻ ഈ ഷോ പങ്കെടുക്കുന്നില്ല അല്ലെങ്കിൽ ഹോസ്റ്റ് ചെയ്യാൻ ഈ ഒരു സീസണിൽ ഉണ്ടാവില്ല എന്നറിഞ്ഞതിനോടൊപ്പം തന്നെ മറ്റൊരു വ്യക്തിയെയും ബിഗ് ബോസ് അപ്രോച്ച് ചെയ്തിട്ട് അവർക്ക് ഒരു താല്പര്യത്തിന്റെ രൂപത്തിൽ വന്നിട്ടില്ല എന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഒരുപാട് ഈ പറയുന്ന ഫേമസ് ആയിട്ടുള്ള പല ആക്ടേഴ്സിനെയും ബിഗ് ബോസ് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത്, അതുപോലുള്ള പല വ്യക്തികൾക്കും ഈ പറയുന്ന സുരേഷ് ഗോപി, അത്തരത്തിലുള്ള പല വ്യക്തികളെയും ബിഗ് ബോസ് അപ്രോച്ച് ചെയ്തതായിട്ട് കേൾക്കുന്നു. അതുപോലെ തന്നെ ലേഡീസ് സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള മഞ്ജു വാര്യർ, അത്തരത്തിലുള്ള പല വ്യക്തികളെയും ബിഗ് ബോസ് ഹോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് പല രീതിയിലും ബിഗ് ബോസിന്റെ ക്രൂ മെമ്പേഴ്സും എൻഡമോൾ ഷൈൻ മീഡിയയൊക്കെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർക്കും ഈ പറയുന്ന ഷോയിലേക്ക് വരാനായിട്ട് താല്പര്യം കാണിക്കുന്നില്ല. ലാലേട്ടൻ ഈ ഒരു ഷോ ഹോസ്റ്റ് ചെയ്യാനായിട്ട് വെറും 20% സാധ്യത മാത്രമാണ് നമ്മൾ കാണുന്നത്. ഇത്രയും നാളുകളായിട്ടും എഗ്രിമെന്റ് ലാലേട്ടൻ സൈൻ ചെയ്തിട്ടില്ല. ഇതിന് മുന്നത്തെ സീസണിൽ തന്നെ ലാലേട്ടൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, സത്യനന്ദിക്കാടായിട്ടുള്ള ഒരു മീറ്റിംഗിൽ ലാലേട്ടൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അടുത്ത സീസൺ മുതൽ ബിഗ് ബോസ് ഹോസ്റ്റ് ചെയ്യാനായിട്ട് ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ ഒരുപാട് സിനിമകൾ ലാലേട്ടൻ ഇതിനോടകം തന്നെ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ബിഗ് ബോസിന്റെ ഒരു സമയത്ത്, അതായത് ബിഗ് ബോസ് ഇപ്പോൾ ഓഡീഷൻ ഏപ്രിൽ തുടങ്ങുകയാണെങ്കിൽ ഓഗസ്റ്റ് മാസം അല്ലെങ്കിൽ സെപ്റ്റംബർ മാസമൊക്കെ ആയിട്ടായിരിക്കും ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ആ സമയത്തൊന്നും ലാലേട്ടൻ ഇന്ത്യയിൽ പോലും ഇല്ല. ഫുള്ള് ഓൺലൈനിലൊക്കെ ലാലേട്ടൻ ഹോസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു രീതിക്ക് എന്തൊക്കെയാണെങ്കിലും ലാലേട്ടൻ ഈ ഒരു ഷോയിൽ ഈ ഒരു സീസണിൽ പങ്കെടുക്കാനായിട്ടുള്ള സാധ്യതയില്ല. ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് ലാലേട്ടന്റെ കാര്യം. അതുപോലെ തന്നെ സീസണിന്റെ ഓഡീഷൻ വരാൻ പോവുകയാണ്. ഈ പറയുന്ന കോമണേഴ്സ് കണ്ടസ്റ്റൻസിന് എല്ലാവർക്കും അവസരമുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഈ പൊട്ടത്തരങ്ങളൊക്കെ വാരി വിളിച്ച് പറഞ്ഞ് ബിഗ് ബോസിലേക്ക് കയറാൻ ശ്രമിക്കുന്ന വ്യക്തികൾക്കൊന്നും ഈ പ്രാവശ്യം അത്ര വലിയ ഒരു സന്തോഷ വാർത്തയല്ല. അവരെ ഒന്നും പങ്കെടുപ്പിക്കാനായിട്ട് യാതൊരു താല്പര്യവും ബിഗ് ബോസിന്റെ ക്രൂ മെമ്പേഴ്സിനില്ല. വളരെ ആക്റ്റീവായിട്ട് വളരെ ജെന്യുവിൻ ആയിട്ട് ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടായിരിക്കും ഈ പ്രാവശ്യം കണ്ടസ്റ്റൻസിനെ സെലക്ട് ചെയ്യുന്നത്. അതിനകത്ത് മറ്റൊരു കാരണം ബിഗ് ബോസിനെ ബന്ധപ്പെട്ടുകൊണ്ട് പല മുൻ താരങ്ങളും ഉന്നയിച്ച പല കുറ്റാകൃത്യങ്ങളും
കുറ്റകൃത്യങ്ങളൊക്കെ ഉണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഈ പറയുന്ന ബിഗ് ബോസിലേക്ക് വരാനായിട്ട് പല വുമൺ കണ്ടസ്റ്റൻസിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ശാരീരികമായിട്ടും മാനസികമായിട്ടും അവരെ ചൂഷണം ചെയ്യാനായിട്ട് ബിഗ് ബോസിലെ പല ക്രൂ മെമ്പേഴ്സും ശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പല മാറ്റങ്ങളും ബിഗ് ബോസിന്റെ മാനേജ്മെന്റിൽ ഇപ്പൊ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഇന്റർവ്യൂ പാനലിൽ നിന്ന് ഒരാളെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓഡീഷൻ കോളും അതുപോലെ തന്നെ ഓഡീഷനും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയെയും ഇപ്പോൾ ബിഗ് ബോസിന്റെ മാനേജ്മെന്റിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അവിടെയൊക്കെ പുതിയ പുതിയ അപ്പോയിന്റ്മെന്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ബിഗ് ബോസ് അടിമുടി മാറിയാണ് വരുന്നത്. അതും ഈ പറയുന്ന ജിയോ സിനിമയും ഹോട്ട്സ്റ്റാറും തമ്മിലുള്ള ആ ഒരു കൂടിച്ചേരലിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും പല മാറ്റങ്ങളോടുകൂടി വരുന്ന ബിഗ് ബോസ് ഈ പ്രാവശ്യം നമ്മളെ ഞെട്ടിക്കുമോ, അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുമ്പോൾ ചില മാറ്റങ്ങൾ കുറെ പേർക്ക് ഇഷ്ടപ്പെടും, അല്ലെങ്കിൽ ചില മാറ്റങ്ങൾ പലർക്കും ഇഷ്ടപ്പെടാതെ വരും. കാരണം സോഷ്യൽ മീഡിയ കോൺട്രവേഴ്സി താരങ്ങളെ ബിഗ് ബോസിൽ എക്സ്പെക്ട് ചെയ്യുന്ന പല വ്യക്തികളും ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇല്ലാതിരിക്കുന്ന സമയത്ത്, ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ച് പറയുന്നില്ല, അത്തരത്തിൽ ഇല്ലാതിരിക്കുകയാണെങ്കിൽ ബിഗ് ബോസ് അത്ര സുഖമാവാത്ത വ്യക്തികൾ ഉണ്ടാവും. തീർച്ചയായിട്ടും നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും ഈ ഒരു സീസൺ വരാൻ പോകുന്നതെന്ന്. ഓഡീഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും ഏത് രീതിയിലാണ് ബിഗ് ബോസ് ഈ പ്രാവശ്യം ഈ ഒരു സീസൺ ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം. ബിഗ് ബോസ് മലയാളത്തിനെ ബന്ധപ്പെട്ടുള്ള പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവര് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്